ഭംഗം കൂടാതെ നിത്യം തവ പദവചനം ചെയ്യുവാൻ സജ്ജനത്തിൻ സംഘം നിത്യം ലഭിക്കാൻ പരജനഹിതമായുള്ള കർമ്മങ്ങൾ ചെയ്യുവാൻ മംഗല്യം ഭൂവിനേകാൻ മമ മനമതിൽ നൈർമല്യമെന്നും വിളങ്ങാൻ ഭംഗ്യാവന്നെന്റെ മുമ്പേ ഭഗവതി വിലസീടെപ്പോഴും സാനുകമ്പേ. ദേവി ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. ദശമസ്കന്ധം ഏകാദശാധ്യായം ആണ് നാം ഇന്ന് അവലോകനം ചെയ്യുന്നത്. സാവർണി മന്വന്തരത്തിലെ സുരതന്റെ കഥയെയാണ് വർണ്ണിച്ചു കൊണ്ടുവന്നത്. ദേവിയെ പൂജിക്കുക മാത്രമാണ് ദുഃഖശമനത്തിനുള്ള മാർഗം എന്ന് സുമേധസ് എന്ന മുനി സുരഥന് ഉപദേശിച്ചു. അങ്ങ് പറഞ്ഞ ആ ദേവി ആരാണ് എന്നും ജീവരാശികളെ മോഹിപ്പിക്കുന്ന അവളെ എങ്ങനെയാണ് സ്തുതിക്കേണ്ടത്, എങ്ങനെയാണ് പൂജിക്കേണ്ടത്, ദേവിയുടെ ഉത്ഭവം എന്താണ് ഈ പ്രകൃതി മുതലായവയെല്ലാം എനിക്ക് വിസ്തരിച്ച് പറഞ്ഞു തരണം എന്നിതാ രാജാവ് വീണ്ടും സുരഥൻ സുമേധസ്സായ എന്ന് പറഞ്ഞ മുനിയോട് അപേക്ഷിക്കുന്നതനുസരിച്ച് സുമേധസ് പറയാൻ തുടങ്ങണു. രാജൻ ദേവ്യാ സ്വരൂപം ദേവർണയാമി നിശാമയ യഥാജോൽപതിതാ ദേവീയേന വാസ ജഗന്മയി. രാജൻ, ആ ദേവിയുടെ രൂപം എന്താണ് എന്ന് ഞാൻ വർണ്ണിക്കാൻ കേട്ടോളൂ. ജഗന്മയായിട്ടുള്ള ദേവി എങ്ങനെയാണ് ആവിർഭവിച്ചത് എന്ന് ആദ്യം പറയാം. യോഗേശ്വരനായ ഭഗവാൻ നാരായണൻ വിശ്വത്തെ സംഹരിച്ചതിനു ശേഷം പാൽക്കടലിൽ ശേഷശയ്യയിൽ പള്ളികൊണ്ടിരിക്കുന്ന സമയത്ത് ദേവദേവനായിട്ടുള്ള ആ മഹാവിഷ്ണു യോഗനിദ്രാവശനായി തീർന്നു. അദ്ദേഹത്തിന്റെ കർണകമലത്തിൽ നിന്ന് മധുകൈടവർ എന്ന 2 ദാനവന്മാരുണ്ടായി. ഘോരരൂപികളായിട്ടുള്ള ദാനവന്മാർ ഇരുവരും ബ്രഹ്മാവിനെ കൊല്ലാൻ ഒരുമ്പെട്ടു. മധുകൈടവന്മാരെ കണ്ട ഭഗവാൻ ബ്രഹ്മാവ് ഹരിയെ ശരണം പ്രാപിച്ചു. വിഷ്ണു നിദ്രാവശങ്കനാണെന്ന് കണ്ട ബ്രഹ്മാവ് ചിന്തയിലാണ്ടു. ഭഗവാൻ വിഷ്ണു നിദ്രാവിധേയനായിരിക്കുന്നു. ഈ ദാനവരാകട്ടെ തന്നെ ഉപദ്രവിക്കാൻ വരുന്നുണ്ട്. തന്നാൽ തടുക്കപ്പെടാനും കഴിയാത്തവരാണ്. എന്താ ചെയ്യേണ്ടത്, എവിടെ പോകും? ഇപ്രകാരം ചിന്തിച്ചുകൊണ്ട് ഇരുന്ന ബ്രഹ്മാവ് അപ്പോൾ കാര്യോചിതമായ മട്ടിൽ ഉണർന്നു ചിന്തിച്ചു. ആർക്ക് അധീനമായിട്ടാണ് ഭഗവാൻ ഹരി നിദ്രയിൽ വീണത്? സർവലോകജനനിയായ ആ നിദ്രാദേവിയെ ശരണം പ്രാപിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ബ്രഹ്മാവ് ആ ദേവിയെ, നിദ്രാദേവിയെ, അഭീഷ്ടം നൽകുന്നതായിട്ടുള്ള ആ നിദ്രാദേവിയെ സ്തുതിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് സ്തോത്രങ്ങളിൽ കൂടി ബ്രഹ്മാവ് കാളരാത്രിയും മഹാരാത്രിയും മോഹരാത്രിയും മധോൽക്കടയും സർവവ്യാപിനിയും മഹനീയും മഹാരാധ്യയും ലജ്ജയും പുഷ്ടിയും ക്ഷമയും പരമയും വേദത്രയ സ്വരൂപമുള്ളവളും സപ്ത സംഖ്യാസ്വരൂപയും നവരാഗകലയും രമ്യയും ഏകാദശ സംഖ്യാസ്വരൂപിണിയും ദ്വാദശിയും ദ്വാദശ ഭുജയും ഭിന്നമായ ത്രയോദശ നാമയും അതേമാതിരി പഞ്ചാധിക ശ്രീവേദ്യയും ഷോഡശകലാത്മകമായ ചന്ദ്രന്റെ കിരണങ്ങൾ വ്യാപിച്ച ശരീരം ഉള്ളവളും ഒക്കെ ആയിരിക്കുന്നതായിട്ടുള്ള ദേവിയെ ഇതാ കുറേയധികം ശ്ലോകങ്ങളെ കൊണ്ട് അവിടെ ബ്രഹ്മാവ് സ്തുതിക്കുന്നുണ്ട്. എന്നെ ഇതാ ആക്രമിക്കാൻ വരുന്നതായിട്ടുള്ള ഈ മധുകൈടവന്മാരെന്ന അസുരന്മാരെ സംഹരിക്കാനായിക്കൊണ്ട് ഇതാ അവിടുത്തെ മായയിൽ നിദ്രയിൽ അകപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള മഹാവിഷ്ണുവിനെ അവിടുന്ന് ഉണർത്തേണമേ എന്ന് ദേവിയോട് പ്രാർത്ഥിച്ചു. ഇങ്ങനെ സ്തുതിക്കപ്പെട്ടപ്പോഴ് താമസി ഭഗവതി അഥവാ നിദ്രാദേവി മഹാവിഷ്ണുവിനെ വെടിഞ്ഞ് ദാനവന്മാരെ മോഹിപ്പിച്ചു.
അപ്പോൾ തന്നെ ജഗത്പതിയായ ഭഗവാൻ വിഷ്ണു ഉണർന്നു. 2 ദാനവന്മാരെയും മഹാവിഷ്ണു കണ്ടു. ഇരുവരും മധുസൂദനനെ കണ്ടിട്ട് യുദ്ധം ചെയ്യണമെന്ന നിശ്ചയത്തോടെ ഭഗവാന്റെ അടുത്തേക്ക് വന്നു. ഭഗവാൻ മധുസൂദനൻ അവരോട് യുദ്ധം ചെയ്തു. വിഭുവായ വിഷ്ണു അവരോട് 5000 വർഷം മുഷ്ടിയുദ്ധം ചെയ്തു. ബലപ്രമത്തരായ അവർ രണ്ടുപേരും ജഗന്മായ മോഹിതരായിക്കൊണ്ട് വരം വരിച്ചുകൊള്ളൂ എന്ന് ഹരിയോട് തന്നെ അഹങ്കാരത്തോടുകൂടി ചോദിച്ചു. അത് പറഞ്ഞത് കേട്ട് ഭഗവാൻ, നിങ്ങൾ ഇരുവരും ഇപ്പോൾ തന്നെ എന്നാൽ വധിക്കപ്പെടണം എന്ന വരം ചോദിച്ചു. അതിബലവാന്മാരായ അവർ മഹാവിഷ്ണുവിനോട് പറഞ്ഞു, ഞങ്ങളെ രണ്ടുപേരെയും വെള്ളമില്ലാത്ത ഭൂമിയിൽ വെച്ച് കൊന്നുകൊള്ളുക എന്ന്. ശംഖധാരിയായ ഭഗവാൻ അങ്ങനെയാകട്ടെ എന്ന് സമ്മതിച്ച് സ്വന്തം തുടമേൽ വെച്ച് ഇരുവരുടെയും ശിരസ് തന്റെ സുദർശന ചക്രം കൊണ്ട് ഛേദിച്ച് അവരെ വധിച്ചു. ഇങ്ങനെ ബ്രഹ്മാവിന്റെ സ്തവത്താൽ പ്രസന്നയായി പിറന്നവളാണ് ആ ദേവി. അവളാണ് മഹായോഗീശ്വരിയായ മഹാകാളി. ഇനി മഹാലക്ഷ്മിയുടെ ഉൽപ്പത്തി എങ്ങനെയാണ് എന്ന് ഞാൻ പറയാം, കേട്ടുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ 11ാമത്തെ അധ്യായം പരിസമാപിക്കണു. മഹാലക്ഷ്മിയുടെയും സരസ്വതിമാരുടെയും ചരിതത്തിനെ അടുത്ത അധ്യായത്തിൽ വർണ്ണിച്ചു കൊണ്ടുപോകാം. സമയം ആയതുകൊണ്ട് ഇവിടെ തന്നെ ഇന്ന് നിർത്തുന്നു. ശ്രീ മഹാദേവ്യൈ നമഃ.